എല്ലാവർക്കും നമസ്കാരം. മായ സ്റ്റാറിലേക്ക് സ്വാഗതം. മൂലം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പർ മറ്റു ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. മൂലം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2024 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Eight of Cups, Temperance, Four of Wands, High Priestess, Four of Pentacles, Seven of Swords. മൂല നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 8 ഓഫ് കപ്സ് ആൻഡ് ടെമ്പറൻസ് എനർജിയാണ്. നിങ്ങളുടെ ചില ആളുകളുടെ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. കുറച്ച് സംയമനം പാലിക്കുന്നത് നിങ്ങളുടെ കുടുംബജീവിതത്തിന് നല്ലതായിരിക്കും എന്നുള്ളതും, അതായത് അനാവശ്യ കാര്യങ്ങളിൽ വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കുടുംബത്തിനകത്ത് പ്രശ്നങ്ങൾ അന്തചിത്തങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ മറ്റുള്ളവരോട് ചർച്ച ചെയ്യാതിരിക്കുക എന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഇതിൽ മറ്റുള്ളവരെന്ന് പറയുന്നത് നിങ്ങളുടെ മാതാപിതാക്കളായാലും ആരായാലും മറ്റുള്ളവരായിട്ടാണ്. ഈ ഒരു ഭാര്യ-ഭർതൃ ബന്ധത്തിന്റെ അപ്പുറത്തേക്കുള്ള ഏതൊരു ബന്ധവും മറ്റുള്ളവരാണ്, മക്കളാണെങ്കിൽ കൂടിയും. അത് മറ്റുള്ളവരോട് പറയുമ്പോൾ അവർ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവാം. അത് ഒരുപക്ഷെ ഈ ഒരു ബന്ധം വഷളാക്കുന്ന രീതിയിലേക്കും കൊണ്ടുപോയേക്കാം. അപ്പോൾ നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ അഥവാ ഉണ്ടെങ്കിൽ സ്വയം പറഞ്ഞ് നിങ്ങൾ തമ്മിൽ തീർക്കുക, മറ്റുള്ളവരിലേക്ക് കൊണ്ടുപോകാതിരിക്കുക. കാരണം പല ആളുകള് പല വാക്കുകള് പല രീതികളും ചിന്തകളുമാണ്. അപ്പോ മറ്റുള്ളവര് നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് നിങ്ങളുടെ ജീവിത പങ്കാളി സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ മറ്റൊരാളുടെ അടുത്ത് പോയിട്ട് അത് ചർച്ച ചെയ്ത് ആ ഒരു വ്യക്തി ഇതിന്റെ ഉള്ളിലേക്ക് വലിച്ചു വെക്കാതിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ വാക്കുകൾ ശ്രദ്ധിച്ചാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ശ്രദ്ധിക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളത് കൂടിയിട്ട് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോ അത് പിന്നെ പ്രണയം അടുത്തിടയ്ക്ക് പ്രണയ നൈരാശ്യമൊക്കെ സംഭവിച്ചിട്ടുള്ളവരുടെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ മുന്നോട്ടേക്ക് ഇനിയൊരു ജീവിതമില്ല. കാരണം ഈ ഒരു പ്രണയം നഷ്ടപ്പെട്ടു. ഇനിയിപ്പോ ആരിലും വിശ്വാസമില്ല, പ്രണയത്തിൽ വിശ്വാസമില്ല, അല്ലെങ്കിൽ വിവാഹത്തിൽ വിശ്വാസമില്ലാതിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തില് പല പ്രശ്നങ്ങളും നമുക്ക് സംഭവിക്കാം. ഇപ്പോ ഒരു റോഡ് ആക്സിഡന്റ് അല്ലെങ്കിൽ ചെറിയൊരു ആക്സിഡന്റ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നീട് ഒരിക്കലും റോഡിൽ കൂടി നടക്കാതിരിക്കില്ലല്ലോ. കാരണം അതൊരു അപകടമാണ്, അപ്പോൾ സംഭവിച്ചു പോയതാണ്, ബൈ ആക്സിഡന്റ് സംഭവിച്ചതാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നു. പക്ഷെ അതേസമയം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ മാത്രം ഇങ്ങനെ പ്രണയത്തിൽ എല്ലാവരും ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ചില ആളുകൾക്ക് സ്ത്രീകളോടോ ചിലവർക്ക് പുരുഷന്മാരോടോ മൊത്തം വിശ്വാസം നഷ്ടപ്പെടുന്നു ഒരു വ്യക്തി കാരണം. അപ്പോൾ ഈ ഒരു കാര്യം സൂചിപ്പിക്കുന്നത് അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോകേണ്ടെന്ന് ആവശ്യമില്ല. വിവാഹമൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടുള്ള ആളുകൾ പുനർചിന്തനം നടത്തുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. പല സാഹചര്യങ്ങളും പലരുടെയും ജീവിതമൊക്കെ കണ്ടിട്ടാവാം, അതല്ലെങ്കിൽ സ്വയം ഒരു ചിന്തയിലേക്ക് വരുന്നുണ്ട് ഒരു വിവാഹം എന്നുള്ള രീതിയിൽ. അതൊരു വളരെ നല്ലൊരു തീരുമാനമായിട്ട് കാണുന്നു. പാസ്റ്റ് കഴിഞ്ഞുപോയ കാലം, ഭൂതകാലം പുറകിലേക്ക് വിട്ടിട്ട് ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളൊരു മെസ്സേജാണ് കാണിക്കുന്നത്. പ്രഗ്നൻസി സിറ്റുവേഷൻ ചില ആളുകൾ സൂചിപ്പിക്കുന്നുണ്ട്, വിവാഹ സാധ്യതകളും സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ വിവാഹം പോലുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ജീവിതത്തിൽ ഒരു ബാലൻസ് അനിവാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. ബാലൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ജോലിയുള്ള ഒരാളാണെങ്കിൽ ജോലിയും കുടുംബവും ഒരേപോലെ നോക്കുന്നതിൽ ഇപ്പോൾ ജോലിയിൽ ചിലപ്പോൾ വിട്ടുവീഴ്ച കാണിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ കുടുംബകാര്യത്തിൽ വിട്ടുവീഴ്ച കാണിക്കുന്നുണ്ടാവും. അപ്പോൾ ജോലിയും കുടുംബവും രണ്ടും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ രണ്ടിലും താല്പര്യം കാണിച്ച് മുന്നോട്ടേക്ക് പോവുക, രണ്ടും ബാലൻസ് ചെയ്ത് മുന്നോട്ടേക്ക് പോകേണ്ടുന്ന അനിവാര്യതയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ കുടുംബ പശ്ചാത്തലം ചില ആളുകളെ സംബന്ധിച്ച് ഈ കുടുംബത്തെയാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു മാസത്തെ തീം എന്ന് പറയുന്നത്. കാരണം കുടുംബ പശ്ചാത്തലവും അവിടുത്തെ സാഹചര്യങ്ങളും ആത്മീയതയുമായിട്ടുള്ള ഒരു ബന്ധം കാണിക്കുന്നുണ്ട്. കാരണം ചില ആളുകൾ കുടുംബത്തിനോടൊരു ബന്ധങ്ങളോടുള്ള വിരക്തി അതുമൂലം നിങ്ങളൊരു ആത്മീയതയിലേക്ക് ഇറങ്ങുന്നുണ്ട്. പക്ഷെ ഇവിടെ പറയാനുള്ളത് ആത്മീയമായിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ ആത്മീയത എന്ന് പറയുന്നത്
കുടുംബ ബന്ധങ്ങളിൽ പ്രശ്നം നേരിട്ടവർക്ക് കയറി ചെല്ലാൻ, അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ നേരിട്ടത് കൊണ്ട് അത് മാറ്റിവെച്ചിട്ട് കയറി ചെല്ലാനുള്ള ഒരു ഇടമല്ല ആത്മീയത എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും മനസ്സിന് സമാധാനവും സ്വസ്ഥതയും നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ആത്മീയത. പക്ഷേ അതിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതം നഷ്ടപ്പെടുത്തിയിട്ട് ഇനി ഈ ജീവിതത്തിൽ ആ ജീവിതത്തോട് ഒരു അവജ്ഞയോ വിരക്തിയോ ഒക്കെ തോന്നിയിട്ട് അത് നിർത്തി ഇതിലേക്ക് പോകാം എന്ന് പറഞ്ഞത് പാതി വഴിയിൽ ഇട്ടിട്ട് പോകേണ്ടുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് സൂചിപ്പിക്കുന്നു. കാരണം ഇവിടെ പാതി വഴി എന്ന് പറയാൻ കാര്യം, ഒരു ബന്ധത്തിൽ ഒരു തരത്തിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിൽ ആ ബന്ധം അവസാനിപ്പിച്ച് അത് ലീഗലി ഡിവോഴ്സ് എന്നുള്ള രീതിയിലേക്ക് മുന്നോട്ടേക്ക് പോകാം. പക്ഷെ അതേസമയം തന്നെ ആ ഒരു സിറ്റുവേഷനിലല്ല, മറിച്ച് ആ ബന്ധത്തിൽ തന്നെ നിൽക്കുകയും ആ ബന്ധത്തിൽ വേണ്ടുന്ന കാര്യങ്ങളോ അതിലേക്കുള്ള ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ഒന്നും ചെയ്യാതെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ആശ്രമങ്ങളിൽ പോയിട്ട് താമസിക്കുക, അല്ലെങ്കിൽ അതുപോലെ കാര്യത്തിന് വേണ്ടി പുറകെ നടക്കുക, കുടുംബത്തിലെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ അത് ആ ഒരു ചിന്തയിൽ നിന്ന് മാറുക. കാരണം അങ്ങനെയല്ല കാരണം അതിൽ നിങ്ങൾക്ക് രണ്ടിടത്തും ന്യായം പുലർത്താൻ കഴിയുന്നില്ല. ഒന്നുകിൽ കുടുംബം ബന്ധത്തിൽ താല്പര്യമില്ലെങ്കിൽ അത് അവസാനിപ്പിക്കുക, എന്നിട്ട് ആത്മീയ കാര്യത്തിലേക്ക് പോവുക. അല്ലാത്ത പക്ഷം ആത്മീയതയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ കുടുംബത്തോടൊപ്പം തന്നെ രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ്. കാരണം ഈ ഒരു വിരക്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാം, പൂർണ്ണമായിട്ടും ഒരു സ്പിരിച്വൽ ഇതിലേക്ക് പോവുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ബന്ധം അവസാനിപ്പിച്ചിട്ട് പോവുക. അല്ലാത്ത പക്ഷം അതിലോടും നിങ്ങൾക്കൊരു കടമയുണ്ട്. ആ കടമയും കാര്യങ്ങളും നിർവഹിക്കാതെ നിങ്ങൾ സ്പിരിച്വൽ പാത്തിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്കത് ഒരിക്കലും സ്വസ്ഥമായിട്ട് നിൽക്കാനും മുന്നോട്ടേക്ക് പോകാനും പറ്റുന്നുണ്ടാവില്ല. കാരണം നിങ്ങൾ അവിടെ തേടി പോകുന്ന കാര്യം നിങ്ങൾക്ക് അവിടെയും ലഭിക്കുന്നുണ്ടാവില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇത് ഒന്ന്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചില വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ മിസ്റ്റിക് സയൻസസിൽ ഒക്കൽട്ട് അതുപോലുള്ള കാര്യങ്ങൾ, അതായത് ഗൂഢശാസ്ത്രങ്ങളിൽ തന്ത്രമന്ത്രങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ താല്പര്യം മറ്റും പ്രകടിപ്പിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. തലയും വാലും ഇല്ലാത്ത ഇടങ്ങളിൽ പല ചാനലുകളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടും കണ്ടിട്ടും അതിലേക്ക് പോകാതിരിക്കുക. അറിയാവുന്നിടത്ത് നിന്ന് പഠിക്കണമെങ്കിൽ പഠിക്കാം, പക്ഷെ നിങ്ങളുടെ പഠിത്തം ഒഴിവാക്കിയിട്ടാവരുത് അതെന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു. പഠിത്തം ഒഴിവാക്കിയിട്ട് നിങ്ങൾ പല കാര്യങ്ങളിലും ചെന്ന് പെടുന്നുണ്ടെങ്കിൽ അതൊന്ന് പ്രത്യേകം കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്നവര് പഠിത്തത്തിന് മുൻഗണന കൊടുക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ 4 of Pentacles and 7 of Swords എനർജിയാണ്. സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. സാമ്പത്തിക കാര്യത്തിൽ ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ കളവ് പോകാനുള്ള സാഹചര്യം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആരും നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് കള്ളം കയറി കൊണ്ടുപോകുന്നതല്ല, നിങ്ങളുടെ അതായത് നിങ്ങൾ ശ്രദ്ധിക്കാത്തത് മൂലം നഷ്ടപ്പെടുത്തുന്നതാണ് പലതും. എവിടെയെങ്കിലും എന്തെങ്കിലും വെച്ചിട്ട് മറന്നു വെച്ചിട്ട് പോവുക, നഷ്ടപ്പെട്ടു പോയി, പിന്നെ തിരിച്ചു വരുമ്പോൾ അത് അവിടെ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ എവിടെയെങ്കിലും വയ്ക്കുക മറന്നിട്ട്, പിന്നെ അത് നഷ്ടമാകുന്നു എന്നുള്ള രീതിയിലാണ്. അപ്പോൾ മറവി രോഗമുള്ളവരാണെങ്കിൽ അതിന്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. വലിയ പ്രത്യേകിച്ച് എന്തെങ്കിലും പണമോ ആഭരണമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് കുടുംബത്തിൽ തന്നെ മറ്റാരെങ്കിലും കൂടെ പോവുക. ആ ഒരു അശ്രദ്ധയുള്ളൊരു വ്യക്തിയാണെങ്കിൽ പ്രത്യേകിച്ച് എന്തൊക്കെ സാഹചര്യവശാൽ തിരക്കായതുകൊണ്ട് ഈ ഒറ്റയ്ക്ക് വിട്ടു എന്നുള്ള രീതിയിലും ഒക്കെ പറയാതിരിക്കുക, ചിന്തിക്കാതിരിക്കുക. കാരണം നിങ്ങൾക്കറിയാം സാഹചര്യം ഇങ്ങനെയാണെന്നുള്ളത്. അപ്പം മറ്റു തിരക്കുകൾ മാറ്റിവെച്ചിട്ട് പോവുക, അല്ലെങ്കിൽ ഈ ഒരു കാര്യം പിന്നത്തേക്ക് മാറ്റിവെക്കുക എന്നുള്ളതാണ് എടുത്തു പറയുന്നത്. പിന്നീട് അതൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാതിരിക്കാനായിട്ട് എന്നുള്ളത് കൂടിയിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് പൊതുവെ ഒരു മനസ്സമാധാനവും സ്വസ്ഥതയും എന്നുള്ളത്, നിങ്ങൾ പരശുരാമ ക്ഷേത്രം ഉണ്ടെങ്കിൽ പരശുരാമ ക്ഷേത്രത്തിൽ സന്ദർശിക്കാൻ പറ്റുമെങ്കിൽ പോകാം. അതല്ലാത്ത പക്ഷം നിങ്ങൾ നരസിംഹമൂർത്തിയെ ആരാധിക്കുക, നരസിംഹ മന്ത്രം ജപിക്കാം. ക്ഷേത്രങ്ങൾ സന്ദർശിക്കണമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുമാവാം. ഉഗ്രം വീരം മഹാവിഷ്ണു എന്ന് തുടങ്ങുന്ന ആ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നു. അതേപോലെ നാഗങ്ങളുമായിട്ട് ഉള്ള നാഗങ്ങളുടെ ഒരു അനുഗ്രഹം കൂടി ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് ഉണ്ടാവേണ്ടതാണ്. അതിന് നിങ്ങൾ മഞ്ഞൾ അർപ്പിക്കുക. അതായത് ഏതെങ്കിലും മഹാദേവന്റെ ക്ഷേത്രത്തിലായാലും ഉപപ്രതിഷ്ഠയായിട്ട് നാഗങ്ങൾക്ക് മഞ്ഞൾ പൊടി ആയിട്ട് നൽകുന്നതും നല്ലതായിരിക്കും.
അല്ലെങ്കിൽ ഏതെങ്കിലും നാഗക്ഷേത്രങ്ങൾ, പാമ്പുമേക്കാവ്, ആമയുടെ, അതുപോലെ മറ്റേതെങ്കിലും നാഗങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിക്കാവുന്നതാണ് മണ്ണാർശാല പോലുള്ള സ്ഥലങ്ങളിൽ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.